നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മാണി സാറിൻ്റെ പൊന്നോമനപുത്രൻ ജോസ് കെ മാണി വളരെ ഹാപ്പിയാണ്. അദ്ദേഹം ചോദിച്ച സീറ്റുകളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ കൊടുത്തു കഴിഞ്ഞു. എന്ത് ജോസ് കെ മാണി ആവശ്യപ്പെടുന്നുവോ അത് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ രീതി. കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ചും ജോസ് കെ മാണിയെ അതൃപ്തനാക്കിക്കൊണ്ട് ഒരു തീരുമാനവും ഉണ്ടാകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം പിണറായി വിജയൻ CPM ജില്ലാ കമ്മിറ്റിക്കും CPM നേതൃത്വം നൽകിയിരുന്നു. എന്നുവെച്ചാൽ ജോസ് കെ മാണിക്ക് യാതൊരു അസംതൃപ്തിക്കും ഇടം നൽകാത്ത വിധത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനമെല്ലാം കോട്ടയം ജില്ലയിൽ പൂർത്തിയാക്കിയത്. പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഒക്കെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സ്വാധീനമുള്ളയിടത്തെല്ലാം അവർ ചോദിക്കുന്ന സീറ്റുകൾ നൽകി അവരെ സംതൃപ്തരാക്കാൻ പിണറായി വിജയൻ ബദ്ധശ്രദ്ധനായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജോസ് കെ മാണി പാലായിൽ നിന്നും അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പാലായിൽ നിന്ന് തന്നെ മത്സരിക്കും. മാണി സി കാപ്പന് ഇപ്പോൾ പഴയ ജനപിന്തുണയില്ല എന്ന് എല്ലാവർക്കും അറിയാം. മാണി സി കാപ്പന് അടുത്ത തവണ മത്സരിച്ചാലും ജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പാലക്കാർ തന്നെ പറയുന്നത്. കാരണം 2 തവണ മാണി സി കാപ്പനെ അവിടെ ജയിപ്പിച്ചു. കെ മാണിക്ക് ശേഷം ഇനി പുതിയൊരാൾ ഒന്ന് നിയമസഭ കാണട്ടെ, അതിനുശേഷം നമുക്ക് എന്താണെന്ന് നോക്കാമെന്നുള്ള രീതിയിലാണ് പാലക്കാർ മാണി സി കാപ്പനെ 2 തവണ ജയിപ്പിച്ചത്. ഇനി ജോസ് കെ മാണി പാലയിൽ മത്സരിച്ചാൽ അദ്ദേഹം ജയിച്ചു കയറുമെന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. കാരണം മാണി സി കാപ്പന് തങ്ങളുടെ പ്രതീക്ഷയോളം ഉയരാൻ കഴിഞ്ഞില്ല. പ്രതീക്ഷ അത്രയും ഒരു പെർഫോമൻസ് മാണി സി കാപ്പൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നാണ് പല പാലാ സ്വദേശികളും പാലയിലെ വോട്ടർമാരും നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ജോസ് കെ മാണി അവിടെ മത്സരിച്ചാൽ ജോസ് കെ മാണി ജയിക്കും. മൂന്നാമത് പിണറായി മന്ത്രിസഭ ഉണ്ടാകുകയാണെങ്കിൽ ജോസ് കെ മാണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്, ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് KM മാണി സാർ കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പ് തന്നെ ഒരു പക്ഷേ ഭരണം കിട്ടുകയാണെങ്കിൽ പിണറായി വിജയൻ ജോസ് കെ മാണിക്ക് നൽകുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം മറ്റൊരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് സ്ഥാനവും ലഭിക്കും. എന്ന് വച്ചാൽ CPI കഴിച്ചാൽ അല്ലെങ്കിൽ CPI എന്തെങ്കിലും ഇടംതിരിവ് കാണിച്ചാൽ പോലും അവരെ മെരുക്കി നിർത്താൻ ഇനി ജോസ് കെ മാണിയുടെ സേവനം കൃത്യമായിട്ട് പിണറായി വിജയൻ ഉപയോഗപ്പെടുത്തും. നേരത്തെയും ഉപയോഗപ്പെടുത്തിയിരുന്നു, ഇപ്പോഴും ഉപയോഗപ്പെടുത്തേണ്ടിരുന്ന നാളെയും ഉപയോഗപ്പെടുത്തും. അങ്ങനെയാണ് ആ രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ജോസ് കെ മാണി ഇത്രയും ഹാപ്പി ആയൊരു സന്ദർഭം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലില്ല. അദ്ദേഹം പറയുന്നവർക്കെല്ലാം സീറ്റ് കൊടുത്തു, യാതൊരു തർക്കങ്ങളുമില്ല. സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ CPM സമ്മതിച്ചു. അദ്ദേഹത്തിന് പാലാ സീറ്റ് നൽകി. പാലയിൽ നിന്ന് ജയിച്ച് മൂന്നാമത് ഭരണം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം ഇടതു സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട മന്ത്രി തന്നെയായിരിക്കും. ധനകാര്യം തന്നെയോ അല്ലെങ്കിൽ റവന്യൂ മറ്റേതെങ്കിലും വകുപ്പ്, റവന്യൂവിന് CPM എടുത്ത് മാറ്റി അവർക്ക് വേറെ വകുപ്പ്, അല്ലെങ്കിൽ CPM കൈകാര്യം ചെയ്യുന്ന PWO എന്തായാലും പ്രധാനപ്പെട്ട വകുപ്പായിരിക്കും ജോസ് കെ മാണി ജയിച്ച് ഇടതു ഭരണം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞത്. കാരണം ജോസ് കെ മാണിയുടെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിൻ്റെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ അസ്തമിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണത്. ജോസഫ് ഗ്രൂപ്പ് ഏതായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പോടെ ചിഹ്നഭിന്നമാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മോഹൻ ജോസഫ് ഒരുപക്ഷെ വേറെ പാർട്ടി ഉണ്ടാക്കി പോകും. അവശിഷ്ട ജോസഫ് ഗ്രൂപ്പ് ജോസഫിൻ്റെ മകൻ്റെ കയ്യിൽ, അപ്പോൾ ജോൺ ജോസഫിൻ്റെ കയ്യിലായിരിക്കും. അങ്ങനെ ചിഹ്നച്ചിതറി ആ പാർട്ടി പോകുമ്പോഴും ജോസ് കെ മാണിക്ക് എന്തോ ഒരു അനുഗ്രഹം മാണി സാറിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കണം എന്തോ അദ്ദേഹത്തിന് ആ പാർട്ടിയെ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായ ചില ഇടപെടലുകൾ പാർട്ടിയുടെ കാര്യത്തിൽ നടത്തുന്നുണ്ട്. പാർട്ടിയുടെ MLA മാരും ഈ പറയുന്ന അവരുടെ ഭാരവാഹികളും എല്ലാം ജോസ് കെ മാണിക്ക് മുന്നിൽ ഒറ്റക്കെട്ടാണ്. എപ്പോഴും ജനങ്ങളുള്ള അല്ലെങ്കിൽ ജനപിന്തുണയുള്ള ഒരു കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ആണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. മാണി ഗ്രൂപ്പിൻ്റെ ആ ഒരു അടിത്തറ ഭദ്രമാക്കി നിർത്താൻ ജോസ് കെ മാണിക്ക് പറ്റുന്നുണ്ട്. അതിന് പിണറായി സഹായിക്കുന്നുമുണ്ട്. ഏതായാലും ജോസ് കെ മാണി അടുത്ത തവണ കിങ് മേക്കർ ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗീകരിക്കുന്നത്. അദ്ദേഹം അടുത്ത തവണ 3ാം ഭരണം പിണറായിക്കാണെങ്കിൽ കിങ് മേക്കർ ജോസ് കെ മാണി ആയിരിക്കും. അദ്ദേഹം ഏതാണ്ട് 8-9 സീറ്റിനോടുകൂടി മാണി ഗ്രൂപ്പ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണി ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജോസ് കെ മാണി വളരെ സംതൃപ്തനാണ്. അദ്ദേഹം പാലയിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നതെന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും സീറ്റ് കൊടുത്ത് അദ്ദേഹത്തെ സംതൃപ്തനാക്കാൻ പിണറായി വിജയൻ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വലിയ കാര്യം.